അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1297. സൂറത്തു തൗബ 64 മുതൽ 66 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يحذر المنافقون أن تنزل عليهم سورة تنبئهم بما في قلوبهم قل استهزئوا إن الله مخرج ما تحذرون ولئن سألتهم ليقولن إنما كنا نخوض ونلعب قل أبالله وآياته ورسوله كنتم تستهزئون لا تعتذروا قد كفرتم بعد إيمانكم إن نعف عن طائفة منكم نعذب طائفة بأنهم كانوا مجرمين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يحذر المنافقون കപടവിശ്വാസികൾ ഭയപ്പെടുന്നു അൻ തുനസ്സല അലൈഹിം സത്യവിശ്വാസികളുടെ മേലിൽ അവതരിപ്പിക്കപ്പെടലിന് സൂറത്തുൻ ഒരധ്യായം തുനബ്ബിഉഹും ആ അധ്യായം ആ സത്യവിശ്വാസികൾക്ക് പറഞ്ഞുകൊടുക്കും ബിമാ ഫീ ഖുലൂബിഹിം ഈ കപടന്മാരുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ പറഞ്ഞുകൊടുക്കും. അങ്ങനെയുള്ള ഒരു അധ്യായം അവതരിപ്പിക്കപ്പെടലിനെ കപടന്മാർ ഭയപ്പെടുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ നബിയെ തങ്ങൾ പറയൂ, ഇസ്തഹ്സിഉ ഓ കപടന്മാരെ നിങ്ങൾ പരിഹാസം തുടർന്നോളൂ, ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ നിങ്ങൾ ഭയപ്പെടുന്ന ആ സംഗതി അല്ലാഹു തആല പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ഉള്ളുകള്ളികളും നിങ്ങളുടെ മനസ്സിലിരിപ്പും അല്ലാഹു തആല വെളിവാക്കുക തന്നെ ചെയ്യും എന്നർത്ഥം. വലഇൻ സഅൽതഹും അവരോട് തങ്ങൾ ചോദിച്ചാൽ, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പരിഹസിച്ചത് കളിയാക്കിയത് എന്നൊക്കെ ചോദിച്ചാൽ, ലയഖൂലുന്ന ആ കപടന്മാർ പറയുക തന്നെ ചെയ്യും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ് ഞങ്ങൾ തമാശക്കിങ്ങനെ ഓരോ വർത്തമാനങ്ങളിൽ ഇറങ്ങി സംസാരിച്ചതാണ് എന്ന് പറയും. ഖുൽ തങ്ങൾ ചോദിക്കൂ, അബില്ലാഹി അല്ലാഹുവിനെ കൊണ്ടും ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും റസൂലിഹി അവന്റെ ദൂതനെ കൊണ്ടുമാണോ കുന്തും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിക്കുന്നത്? തമാശ വർത്തമാനം പറയാൻ നിങ്ങൾക്ക് വേറൊരു മേറ്ററും കിട്ടിയില്ലേ എന്ന് തങ്ങൾ അവരോട് ചോദിക്കുക. അപ്പൊ അവർ സ്വാഭാവികമായും ഒരു തെറ്റുപറ്റി എന്ന് സോറി പറയും. അപ്പൊ നിബിതങ്ങളോട് അല്ലാഹു പറഞ്ഞു, ലാ തഅ്തദിറു നിങ്ങൾ കാരണം ബോധിപ്പിക്കണ്ട, ഒഴിവ് കഴിവൊന്നും പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ നിഷേധികളായിരിക്കുകയാണ്. ഇൻഅഫു അൻ ത്വായിഫത്തിൻ മിൻകും നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ തുടർന്ന് മാപ്പ് നൽകിയാൽ തന്നെ നുഅദ്ദിബു ത്വായിഫത്തൻ മറ്റൊരു വിഭാഗത്തെ ശിക്ഷിക്കുക തന്നെ ചെയ്യും നാം. ബിഅന്നഹും കാനൂ മുജ്രിമീൻ അവർ അക്രമികളാണ് എന്ന കാരണത്താൽ. കപടവിശ്വാസികളുടെ ഉള്ളിലിരിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരികയും അവരുടെ മുഖമൂടി അഴിഞ്ഞു വീഴുകയും ചെയ്യുന്ന അതിദയനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ സൂക്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു തആല ഇവിടെ പറയുന്നത് എന്താണ്? യഹ്ദറുൽ മുനാഫിഖൂൻ കപടന്മാർ ഭയപ്പെടുന്നു അൻ തുനസ്സല അലൈഹിം സത്യവിശ്വാസികളുടെ മേലിൽ അവതരിപ്പിക്കപ്പെടലിനെ സൂറത്തുന്നൊരു ഖുർആനിക അധ്യായം തുനബ്ബിഉഹും അത് ആ സത്യവിശ്വാസികൾക്ക് വിവരിച്ചു കൊടുക്കും ബിമാ ഫീ ഖുലൂബിഹിം ഇവരുടെ ഹൃദയത്തിലുള്ളതിനെ ഇവരുടെ ഹൃദയത്തിലെ കപടന്മാരുടെ ഹൃദയത്തിലുള്ളതിനെ എന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ സത്യനിഷേധം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സത്യവിശ്വാസികളെയും കളിയാക്കാനും പരിഹസിക്കാനും പല വിധത്തിലുള്ള വാദങ്ങളും അവർക്കിടയിലുള്ള സംസാരത്തിൽ എഴുന്നള്ളിക്കാറുണ്ട്. അങ്ങനെ അവർക്കിടയിലുള്ള സംസാരത്തിൽ അവർ പല കാര്യങ്ങളും നബിതങ്ങളെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ ഖുർആനിനെ കുറിച്ചും ഒക്കെ അവർ പറയും. അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ തന്നെ സംസാരം വരും. എന്ത്? അസല്ലാഹ അല്ലാ യുഫ്ശി അലൈനാ സിർറനാ ഹാദാ നമ്മുടെ ഈ സ്വകാര്യം അല്ലാഹു തആല പരസ്യമാക്കാഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയും. മനസ്സിലായോ? നമ്മുടെ ഈ സ്വകാര്യം, അതായത് നമ്മളെ ഉള്ളിലിരിപ്പ് ശരിക്കും നബി തങ്ങളോടുള്ള പരിഹാസമാണ്.
സത്യവിശ്വാസികളോടുള്ള എതിർപ്പാണ്, അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള നിഷേധമാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന സംഗതി അള്ളാഹു പരസ്യമാക്കി നമ്മളെ നാറ്റിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് അവർ തന്നെ തമ്മിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംസാരം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതിനെ കുറിച്ച് അള്ളാഹു തആല പറയുകയാണ്. ഈ കപടന്മാർ അവരുടെ ഉള്ളിലിരിപ്പ് അള്ളാഹു തുറന്നു കാണിക്കാണ്. യഹ്ദറുൽ മുനാഫിഖൂൻ, കപടന്മാർ ഭയപ്പെടുന്നു അൻതുനസ്സല അലൈഹിം, ആ സത്യവിശ്വാസികളുടെ മേൽ അവതരിപ്പിക്കപ്പെടുന്ന സൂറത്തുന്ന ഒരു അധ്യായം തുനബ്ബിഉഹും, അത് സത്യവിശ്വാസികൾക്ക് വർണ്ണിച്ചു കൊടുക്കും, വിവരിച്ചു കൊടുക്കും. ബിമാ ഫീ ഖുലൂബിഹിം, ഈ കപടന്മാരുടെ ഹൃദയത്തിലുള്ളതിനെ വിവരിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു അധ്യായം അവർക്ക് അവതരിപ്പിക്കപ്പെടലിന് ആര് ഭയപ്പെടുന്നു? കപടന്മാർ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഭയപ്പെട്ടിട്ടും പക്ഷെ അവർ ഈ പണി നിർത്തുകയല്ല, അവർ വീണ്ടും ഇതേ പ്രവർത്തനം തുടരുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഇമാം തുബിരി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തുന്നത് കാണാം. സത്യവിശ്വാസികളുടെ മനസ്സിൽ, ഈ കപടന്മാരുടെ മനസ്സിലുള്ള ചിന്താഗതിയും ദുഷ്ടലാക്കും സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് കപടന്മാർ ഭയപ്പെടുന്നു. എന്താണത് കാരണം? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും സത്യവിശ്വാസികളെക്കുറിച്ചും പറയാൻ പാടില്ലാത്ത മോശമായ പദപ്രയോഗങ്ങൾ പലപ്പോഴും നടത്താറുണ്ട്. എന്നിട്ട് ഇതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞാലോ എന്നവർ എന്താവാറുമുണ്ട്, സ്വയം പേടിക്കാറുമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന് സൂറത്തുൽ ഫാലിഹ എന്നൊരു പേരുണ്ട് എന്ന് ഇമാം തബീരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഫാലിഹത്ത വഷളാക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഫാലിഹത്തുൽ മുനാഫിഖീൻ, കപടവിശ്വാസികളെ വഷളാക്കുന്നത്, അവരുടെ തൊലിയുരിഞ്ഞു കാണിക്കുന്നത്, അവരുടെ ഉള്ളിലിരിപ്പ് പുറത്താക്കുന്നത്, അവരാരാണ് എന്ന് സമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് എന്നൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാം. അപ്പോ അങ്ങനെ അവർ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് ഇത് പുറത്തറിയാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഒരു കള്ളത്തരം മനസ്സിൽ സൂക്ഷിക്കുന്നു അവർ. എന്നാൽ അവരോട് പറയാൻ വേണ്ടി അല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞു, ഖുൽ നബിയെ തങ്ങൾ പറയൂ, ഇസ്തഹ്സിഉ, നിങ്ങൾ പരിഹസിച്ചോളൂ ജനങ്ങളെ, ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഭയപ്പെടുന്നതിനെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതായത് നിങ്ങളെ ഉള്ളിലിരിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും പുറത്താക്കുകയും നിങ്ങളുടെ മനസ്ഥിതി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് കൃത്യമായി കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ കപടന്മാരുടെ നിലപാടിനെ കുറിച്ച് അല്ലാഹു തആല വിശദീകരിക്കുമെന്ന് കൃത്യമായി ഇവിടെ പറഞ്ഞു. എന്നിട്ടോ അങ്ങനെ അവർ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വിവരം അവരോടെങ്ങാനും ചോദിച്ച് എന്തിനാങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാലോ, അപ്പൊ അവരൊരു തൽക്കാലത്തേക്കുള്ള ഒരു ഉരുണ്ടുമറിയലുണ്ട്. അതാണ് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത്, വല ഇൻസാൽതഹും, അവരോട് തങ്ങൾ ചോദിച്ചാൽ എന്തിനാണ് നിങ്ങൾ പരിഹസിച്ചത്, എന്തിനാണ് നിങ്ങൾ കളിയാക്കിയത് എന്നൊക്കെ അവരോട് തങ്ങൾ ചോദിച്ചാൽ ലയഖൂലുന്ന, ആ ജനങ്ങൾ പറയുക തന്നെ ചെയ്യും, കപടന്മാർ, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, നബിയെ ഞങ്ങൾ തമാശയ്ക്ക് ചില വർത്തമാനങ്ങൾ പറഞ്ഞതാണ്, അതൊന്നും സീരിയസ് ആയിട്ട് സംസാരിച്ചതല്ല, അതത്ര കാര്യഗൌരവത്തിൽ എടുക്കേണ്ട വിഷയമല്ല, ഞങ്ങൾ ചുമ്മാ തമാശ പറഞ്ഞതായിരുന്നു എന്ന് ഒരു നിസ്സാര മട്ടിൽ അവർ പറഞ്ഞു ഒഴിയാൻ ശ്രമിക്കും. പക്ഷെ അവരെ വിടരുത്. ഖുൽ, തങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം തങ്ങൾ ചോദിക്കൂ, അബില്ലാഹി വ ആയാതിഹി വ റസൂലി, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും അവന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും അവന്റെ ദൂതനെ കൊണ്ടുമാണോ കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ കളിയാക്കുന്നത്, പരിഹസിക്കുന്നത്? അതായത് തമാശ പറയാൻ നിങ്ങൾക്ക് മറ്റൊരു വിഷയവും കിട്ടിയില്ലേ, കളിയാക്കാൻ നിങ്ങൾക്ക് കിട്ടിയ മാറ്റർ ഇതാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അവരുടെ നാവ് ഇറങ്ങിപ്പോകും വിധത്തിലുള്ള അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലാഹു തആല ചോദിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്. ഇങ്ങനെ അവരോട് ചോദിക്കാനൊക്കെ ഉണ്ടാകുന്ന കാരണം എന്താ? അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ എല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഇമാം തബീരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഇമാം ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിലും ഒക്കെ രേഖപ്പെടുത്തുന്നു. എല്ലാ പണ്ഡിതന്മാരും പറയുന്നു. എന്താണ് പറയുന്നത്? ഇന്ന റജുലൻ മിനൽ മുനാഫിഖീൻ, മുനാഫിഖുകളിൽപ്പെട്ട കപടന്മാരിൽപ്പെട്ട ഒരാള് ഖാല ലി ഔഫ് ഇബ്നു മാലിക്കിൻ ഫി ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാലി ഖുർആഇന ഹൗലായി, എന്താപ്പ നമ്മുടെ ഈ ഖുർആൻ പാരായണത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളുടെ അവസ്ഥ? റസൂലുള്ളാഹിന്റെ സഹാബത്തിനൊന്ന് ട്രോളിയിട്ട് പറയാണ്, അർഗബുനാ ബുത്തൂനൻ, അവർ നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വലിയ തീറ്റക്കൊതിയന്മാരാണ്, വയറ് നിറക്കാൻ എവിടുന്ന് എന്താ കിട്ടാന്ന് നോക്കി നടക്കലാവല്ല പണി.
നല്ലവരെക്കുറിച്ച് തീറ്റക്കൊതിയന്മാരെന്ന് കപടന്മാര് ആക്ഷേപിച്ചു പറയുക എന്നൊരു പരിപാടി അത് ഇക്കാലത്തും നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യാദർശികമായിട്ടുള്ള സംഭവം ആവണമെന്നില്ല. അത് നിഷേധികളുടെ ഒരു മനപ്പൊരുത്തത്തിന്റെ ഭാഗമാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. അല്ലാഹു അഅലം. അപ്പൊ മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച് ഇവര് പറയാണ് അർഗബുന ബുത്തൂനൻ, വയറ് നിറക്കുന്നത് വല്ലാത്ത താല്പര്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. വയറ് നിറക്കാൻ എന്തൊക്കെ കിട്ടുന്ന വല്ലാതെ അത്യാഗ്രഹത്തോടുകൂടെ നടക്കുന്നവരാണവർ. വാക്തബുനാൽസിനത്തൻ, നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നുണ പറയുന്ന നാവുള്ളവരാണവർ. വാജിബനുന ഇൻദൽ ലിഖാ, ശത്രുക്കളെ കണ്ടുമുട്ടുന്ന സമയത്ത് ഏറ്റവും വലിയ ഭീരുക്കളുമാണ് അവര്. മുത്തനബിന്റെ സഹാബത്തിനെ കുറിച്ച് കപടന്മാര് പരിഹസിച്ചു പറഞ്ഞതാണ്, കളിയാക്കി പറഞ്ഞതാണ്. അവര് തീറ്റക്കൊതിയന്മാരാണ്, അതോടൊപ്പം തന്നെ അവര് നുണ പറയുന്നവരാണ്, അതോടൊപ്പം തന്നെ അവർ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഭീരുക്കളായിട്ട് മാളത്തിലൊളിക്കുന്നവരാണ് എന്ന്. വാസ്തവത്തിൽ ഈ 3 വർത്തമാനവും നുണയാണ്. നമുക്കറിയാമല്ലോ മഹാന്മാരായ സഹാബത്തിന്റെ നിലപാട്. ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പട്ടിണിപ്പാവങ്ങൾ ആരായിരുന്നു? അത് മഹാന്മാരായ സുഫത്തിന്റെ അഹലുകാരായ സഹാബത്തായിരുന്നു. ആ സഹാബികൾ പോലും തീറ്റയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന നിലപാട് സ്വീകരിച്ചവരല്ല. യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാ മിനത് തഅഫുഫി, ആ സഹാബത്തിന്റെ നിലപാട് കൃത്യമായി അറിയാത്ത ആളുകൾ അവരെക്കുറിച്ച് വിചാരിക്കും ഇവരൊക്കെ പണക്കാരാണെന്ന്. കാരണം ഒരാളോടും കഷ്ടപ്പാട് പറയില്ല, ആരോടും ഒന്നും ആവശ്യപ്പെടില്ല. അങ്ങനെയുള്ള സഹാബത്തിനെ കുറിച്ച് തീറ്റക്കൊതിയന്മാരാണ് എന്ന് പച്ച നുണ പറഞ്ഞു ആ കപടന്മാർ. അതേപോലെ സത്യം മാത്രം പറഞ്ഞ് ശീലമുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പെരുന്നുണ പറയുന്ന നാവുള്ളവരാണ് എന്നവർ കല്ലുവെച്ച കളവ് പറഞ്ഞു. മൂന്നാമത്തത്, യുദ്ധത്തിന്റെ രംഗത്ത് ഈറ്റപ്പുലികളെ പോലെ എടുത്തു ചാടുന്നതിന് വല്ലാത്ത ആവേശം കാണിക്കുന്ന സഹാബത്തിനെ കുറിച്ച് ശത്രുക്കളുമായി കണ്ടുമുട്ടുമ്പോൾ ഭീരുക്കളാണവരെന്ന് പറഞ്ഞു. എന്നാൽ ഈ 3 വർത്തമാനവും ഒരു കപടൻ മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫഖാല ലഹു ഔഫുൻ മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, കദബ്താ, എടോ നീ പറഞ്ഞത് 100% കള്ളമാണ്. വലാകിന്നക മുനാഫിഖ്, പക്ഷെ നീ ഒരു കപടനാണ്. അതുകൊണ്ടാണ് നിനക്ക് മുത്തുനബിന്റെ സഹാബത്തിനെ കുറിച്ച് ഇவ்விധത്തിലുള്ള ഒരു നെഗറ്റീവ് ചിന്ത വന്നത് എന്ന് ബഹുമാനപ്പെട്ട ഔഫുൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് മഹാൻ പറഞ്ഞു, ലൗ ഉഖ്ബിറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോട് ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഔഫുൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട്, നബിയെ, അവിടുത്തെ സാത്വികരായ സഹാബത്തിനെ കുറിച്ച് ഇത്രയും മോശമായ പദപ്രയോഗം കപടന്മാർ നടത്തുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴതാ ഫവജദൽ ഖുർആന ഖദ് സബഖഹു, ഔഫുൻ മാലിക് വരുന്നതിന് മുമ്പേ തന്നെ ഖുർആനിൽ ആ ആശയത്തെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള സൂക്തം അവതരിച്ചതായിട്ട് ബഹുമാനപ്പെട്ട ഔഫുൻ മാലിക് റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി. നോക്കൂ, അതോടുകൂടെ ഈ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് ചില നാടകങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എന്താണ്? ഞങ്ങളങ്ങനെ വെറുതെ ഒന്ന് തമാശക്ക് പറഞ്ഞു പോയതാണ്, അതൊന്നും കാര്യമായി എടുക്കേണ്ടതല്ല, ഞങ്ങൾ വെറുതെ പറഞ്ഞതായിരുന്നു എന്നൊക്കെ ആ ആക്ഷേപത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയാനുള്ള ശ്രമം നടത്തി. എന്നാൽ നിങ്ങൾ നോക്കണം, ബഹുമാനപ്പെട്ട ഖുർആൻ തുടർന്ന് ചോദിക്കുന്നത് എന്താണ്? ഖുൽ, നബിയെ തങ്ങൾ ചോദിക്കേണ്ടത്, അബില്ലാഹി വആയാതി, അല്ലാഹുവിനെ കൊണ്ടും അവന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും റസൂലിഹി, അവന്റെ ദൂതനെ കൊണ്ടും ആണോ കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ പരിഹസിക്കുന്നത്, നിങ്ങൾ കളിയാക്കുന്നത് എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത് അവരോട്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുടെ ഈ കളിയാക്കലും പരിഹാസങ്ങളും ഒന്നും ഏൽക്കേണ്ടവരല്ല, അല്ലെങ്കിൽ ഏൽക്കേണ്ടവരെ അല്ല നിങ്ങൾ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും. അതുകൊണ്ട് നിങ്ങളുടെ ഈ പുറംപൂച്ച് കൃത്യമായും പുറത്തിടാനുള്ള പദ്ധതി അല്ലാഹു തആല തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇനി ഇവിടെ തന്നെ മറ്റു ചില വ്യാഖ്യാനങ്ങളിൽ കാണാം, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണത്? കപടന്മാരായ ഒരു സംഘം ആളുകൾ ഇരിക്കുകയാണ് ഒരു സ്ഥലത്ത്. വദിയത്ത് ബിൻ സാബിത്ത് എന്ന് പറയുന്നവൻ മുനാഫിഖ് ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ അസ്ജ ഗോത്രത്തിൽപ്പെട്ട മറ്റൊരാള് ആ കൂട്ടത്തിലുണ്ട്. മെഹ്ശൻ ബിൻ ഹുമൈർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സംഘത്തിൽ അവർ റസൂലുള്ളാഹിനെ പറ്റി ട്രോളാൻ തുടങ്ങി. എന്താണ്? നബിതങ്ങളും സഹാബത്തും തബൂക്കിലേക്ക് പുറപ്പെടുകയാണ്. അപ്പൊ ഈ കപടന്മാർ തമ്മിൽ പറയുകയാണ്, അല്ല, ഈ മുഹമ്മദ് നബിക്ക് എന്ത് പറ്റിപ്പോയി? മുഹമ്മദ് നബി എന്താ വിചാരിച്ചത്? ബനുൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ, അഥവാ റോമൻ സാമ്രാജ്യത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവരെ ഈ മക്കയിലുള്ള അറബികളെ പോലെ ചാവാലികളാണെന്നാണോ, അല്ലെങ്കിൽ ധൈര്യമില്ലാത്തവരാണെന്നാണോ, അല്ലെങ്കിൽ ശക്തിയില്ലാത്തവരാണെന്നാണോ ധരിച്ചു വെച്ചത്?
അത് ആ റോമൻ സാമ്രാജ്യത്തിന്റെ കൊട്ടാരങ്ങളും അവരുടെ അമ്പലച്ചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളുമൊക്കെ ഇവർക്ക് സ്വന്തമാക്കാൻ അങ്ങ് ചെന്നാ മതി. അതുകൊണ്ട് വെറുതെയാണ് അവിടെ പോയി വിജയിച്ചു വരാമെന്ന ചിന്ത. അതുകൊണ്ട് ഈ മുഹമ്മദ് നബിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തെങ്കിൽ എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹിയുടെ തബൂക്കിലേക്കുള്ള ആ മുന്നേറ്റത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതാ പരിഹസിച്ചുകൊണ്ട് അതാ ഇവനിങ്ങനെ സംസാരിച്ചു. വദിയത്ത് ബിൻ സാബിത്ത് ഉൾപ്പെടെയുള്ള കപടന്മാർ അവർ സംസാരിച്ചു. അവർ സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്കതാ വിവരം കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രയിൽ വെച്ച് തന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചുവല്ലോ, എന്തിനാണ് നിങ്ങൾ ഇவ்விധത്തിലുള്ള സംസാരം നടത്തിയത് എന്ന്. ആ സംസാരം നടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ ഈ പുറംപൂച്ച് പുറത്തായിട്ടുണ്ട്, അഥവാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരും അറിയില്ലെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഇടയിൽ മാത്രം സംസാരിച്ച സംസാരം അള്ളാഹു നബി തങ്ങൾക്ക് അത് അറിയിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഉടനെ അവർ പറയുന്നു, നബിയെ ഞങ്ങള് വെറുതെ ഒന്ന് തമാശക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയതാണ്, അല്ലാതെ ഒരിക്കലും തന്നെ ഞങ്ങള് ആ കൂട്ടത്തിൽ ഇത് സീരിയസ് ആയി പറഞ്ഞതല്ല, തങ്ങൾക്ക് വിജയിക്കാനാവില്ല എന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ അവർ വെറുതെ തട്ടിമൂളിക്കാൻ വേണ്ടി ശ്രമിച്ചു. ബഹുമാനപ്പെട്ട ഖുർആൻ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് തുടർന്ന് പറയുന്നുണ്ട്, ലാ തഅ്തദിറു, അതുകൊണ്ട് എന്ത് ചെയ്തു അവർ ഞങ്ങൾക്ക് ക്ഷമിക്കണം എന്നവർ പറയാണ്. ഞങ്ങൾ തമാശക്കൊന്ന് പറഞ്ഞു പോയതായിരുന്നു, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം എന്നവർ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ആ ശ്രമിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നു, ലാ തഅ്തദിറു, നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ ക്ഷമാപണം നടത്തണ്ട, നിങ്ങൾ ക്ഷമാപണവും ഒഴിവ് കഴിവും ഒന്നും പറയണ്ട. കാരണം എന്താ, നിങ്ങളാ പറഞ്ഞ ഒഴിവ് കഴിവൊന്നും നിങ്ങൾക്ക് ആ ക്ഷമിക്കാൻ മാത്രം നിങ്ങൾ യോഗ്യതയുള്ള ആളുകളല്ല. നിങ്ങൾ സത്യത്തെ നിഷേധിച്ചിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള ആൾക്കാരാണ്. സത്യം മനസ്സിലാവുകയും ബോധ്യപ്പെടുകയും ചെയ്തതിനു ശേഷം നിങ്ങൾ ആ സത്യത്തെ നിരാകരിക്കാനും അതിനെ വെല്ലുവിളിക്കാനും ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഖദ് കഫർതും ലാ തഅ്തദിറു, നിങ്ങൾ ഒഴിവ് കഴിവ് പറയണ്ട, നിങ്ങൾ ക്ഷമാപണം നടത്തണ്ട. കാരണം ക്ഷമാപണം നടത്തേണ്ടത് ആരാ? എന്റെ അടുത്ത് അബദ്ധം പറ്റിയെന്ന് മനസ്സിൽ ബോധ്യപ്പെട്ട ആളാണ്. ആ ക്ഷമാപണത്തിന് ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവരൊരിക്കലും തന്നെ മനസ്സിൽ ബോധ്യപ്പെട്ട ആളുകളല്ല കപടന്മാർ. അവരുടെ മനസ്സിൽ മുത്തുനബിയോട് അശേഷം താല്പര്യമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്ക് മതിപ്പുമില്ല. അപ്പൊ മതിപ്പില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ ഞങ്ങൾ വെറുതെ തമാശക്ക് പറഞ്ഞതായിരുന്നു എന്ന് പറയുന്നത്, ആ പറയുന്നതും ഒരു കളിയാക്കലായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് ലാ തഅ്തദിറു, നിങ്ങൾ ക്ഷമാപണം നടത്തണ്ട, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ നിഷേധികളായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ആ വിശ്വാസത്തിന്റെ ഗുണം കാണിക്കാതെ നിഷേധത്തിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറയാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പടച്ചോൻ പറയാണ്, ഇന്നഅഫു അൻ ത്വായിഫത്തിൻ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ തൊട്ട് നാം മാപ്പ് ചെയ്താൽ നുഅദ്ദിബു ത്വായിഫ, മറ്റൊരു വിഭാഗത്തെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും, ബിഅന്നഹും കാനൂ മുജ്രിമീൻ, അവർ ധിക്കാരികളായിരുന്നു എന്ന കാരണത്താൽ. എന്ന് പറഞ്ഞാൽ ഈ മുനാഫിക്കുകളുടെ ഉള്ളിലിരിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഖുർആനിൽ ആയത്തിറങ്ങി. ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോ ഈ കൂട്ടത്തിൽ തന്നെപ്പെട്ട ചില മുനാഫിക്കുകൾക്ക് എന്തായി? ഭാവമാറ്റമുണ്ടായി. പശ്ചാത്താപ മനസ്ഥിതി അവർക്ക് കടന്നു വന്നു. ആ പശ്ചാത്താപ മനസ്ഥിതി കടന്നു വന്ന ആളുകൾ അവര് വാസ്തവത്തിൽ വല്ലാതെ പേടിച്ചുപോയി. ഞങ്ങൾ ഇത്രയും കാലം നബി തങ്ങളോട് ചെയ്തത് ശരിയായില്ലല്ലോ. ആത്മാർത്ഥമായി അവർ പശ്ചാത്തപിച്ചു. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചവർക്ക് അല്ലാഹു തആല മാപ്പ് കൊടുക്കും. അതിനെക്കുറിച്ചാണ് എന്ത്, ഇന്നഅഫു അൻ ത്വായിഫത്തിൻ മിൻകും, നിങ്ങൾ എന്നുള്ള ഒരു കൂട്ടർക്ക് നമ്മൾ മാപ്പ് തന്നാലും എന്ന്, അതായത് മാപ്പ് തരുമെന്നർത്ഥം. ശരിക്കും പശ്ചാത്തപിച്ചാൽ, മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ചിന്തയോടുകൂടെ പറ്റിയത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് പറഞ്ഞാൽ അല്ലാഹു മാപ്പാക്കും. അത് ഈ കപടന്മാർക്കും മാപ്പാക്കും. ആ കൂട്ടത്തിൽ ഒരു സംഘം ആളുകൾക്ക് അങ്ങനെ അല്ലാഹു തആല ശരിക്കും ബോധം കൊടുത്തു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു മഹാനായ മിഖ്ശൻ ഇബ്നു ഹുമൈറിൽ അസ്ജഈ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം നേരത്തെ കപടനായി കപടന്മാരോടൊപ്പം നിന്നു, കപടന്മാർക്ക് വേണ്ടി സംസാരിച്ചു. കപടന്മാർ കളിയാക്കുമ്പോൾ പോലെ റസൂലുള്ളാഹിനെ കളിയാക്കി. ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം കപടനായിരുന്നില്ല, മുസ്ലിമനായിരുന്നു. പക്ഷെ കപടന്മാർ റസൂലുള്ളാഹിനെ കളിയാക്കിയപ്പോ എന്ത് ചെയ്തു? അതിന് ക്ലാപ്പ് കൊടുത്ത് ഒപ്പം നിന്നു. ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ അതും വലിയ കുറ്റാണെന്ന് അർത്ഥം. അള്ളാഹുവിന്റെ റസൂലിനെയോ മഹാന്മാരായ സാലിഹീങ്ങളെയോ ഒക്കെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് വിദയികൾ സംസാരിക്കുമ്പോ
അതിന്റെ മുന്നിൽ പോയിരുന്ന് ചിരിച്ചു കൊടുക്കുന്ന ചില സുന്നികളില്ലേ, ആ സുന്നികൾ ചിന്തിക്കണം. ഈ മിഖ്ശൻ ബിനു ഹുമൈർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മുസ്ലിം തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം കപടന്മാരിങ്ങനെ കളിയാക്കുമ്പോ എന്താക്കും, അതിനൊപ്പം നിന്നു കൊടുക്കുന്ന ആളായിരുന്നു എന്നൊരഭിപ്രായവും. കാന മുസ്ലിമൻ ഇല്ല അന്നഹു സമിഅൽ മുനാഫിഖീന ഫളഹിക ലഹും വലം യുൻകിർ അലൈഹിം. നബി തങ്ങളെ അവർ പരിഹസിക്കുമ്പോൾ അതിന് ചിരിച്ചു കൊടുക്കുകയും അവരോട് എതിർക്കാതിരിക്കുകയും ചെയ്യുക എന്ന കുറ്റമാണ് മൂപ്പര് ചെയ്തിരുന്നത്. എന്തായാലും ഇരിക്കട്ടെ, അദ്ദേഹത്തിന് മനംമാറ്റമുണ്ടായി. അദ്ദേഹത്തിന് മനംമാറ്റമുണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞു, എന്ത്, അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ എന്നെ നീ ഷഹീദായി മരിപ്പിക്കണം. അതേസമയത്ത് ഞാൻ മരിച്ചാൽ ഞാൻ കുളിപ്പിച്ചു അദ്ദേഹത്തെ, ഞാൻ കഫൻ ചെയ്തു അദ്ദേഹത്തെ, ഞാൻ മറവ് ചെയ്തു അദ്ദേഹത്തെ എന്നൊക്കെ ആളുകൾക്ക് പറയാൻ പറ്റും വിധത്തിൽ എന്റെ ശരീരം പോലും നീ പുറത്ത് കാണിക്കാതെ എന്നെ നീ വിസ്മൃതിയിലാക്കി കളയണമെന്ന് അദ്ദേഹം ദുആ ചെയ്തു. അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. ആ ദുആ സ്വീകരിച്ചുകൊണ്ട് യമാമ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി. പക്ഷെ അദ്ദേഹത്തിന്റെ മയ്യത്ത് എവിടെയും തെരഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് എല്ലാ വ്യാഖ്യാതാക്കളും ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചത് കാണാം. അപ്പൊ നോക്കൂ, അങ്ങനെയാണ് എത്ര വലിയ തെറ്റു ചെയ്തയാളും ആ തെറ്റിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു മാപ്പാക്കും. എന്നാൽ ആത്മാർത്ഥമായി തൗബ ചെയ്യാതെ തൽക്കാലം നബിതങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു നാടകം കളിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു പറയാണ്, നുഅദ്ദിബു തായിഫത്തൻ, മറ്റൊരു വിഭാഗത്തെ, ഒരു വിഭാഗത്തിന് നമ്മൾ മാപ്പ് ചെയ്തു കൊടുത്താലും നുഅദ്ദിബു തായിഫ, മറ്റൊരു വിഭാഗത്തെ നമ്മൾ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ബിഅന്നഹും കാനൂ മുജ്രിമീൻ, അവർ അക്രമികളാണെന്ന കാരണത്താൽ, തെമ്മാടികളാണെന്ന കാരണത്താൽ അവരുടെ മനസ്സിൽ വിശ്വാസത്തിന്റെ വിശുദ്ധി അശേഷം നിലനിൽക്കുന്നില്ല. മറിച്ച് കാപട്യത്തിന്റെ ഇരുട്ടാണ് മനസ്സ് നിറയെയുള്ളത്. അതുകൊണ്ട് തന്നെ നബിതങ്ങളോടുള്ള അവമതിപ്പും സത്യവിശ്വാസികളോടുള്ള വെറുപ്പും അവരുടെ മനസ്സ് നിറയെ അങ്ങേയറ്റം മലീമസമാക്കിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെല്ലാം അത്തരത്തിലുള്ള ദുസ്വഭാവം കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.